അഷ്ടമസർഗം പഞ്ചമഹായജ്ഞം. ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് ഗൃഹസ്ഥൻ അനുഷ്ഠിക്കേണ്ട 5 തരത്തിലുള്ള യജ്ഞങ്ങളെക്കുറിച്ച് പറയുകയാണ്. യജ്ഞമെന്ന പദം നമ്മൾ കേട്ടിട്ടുണ്ട്. സാമാന്യ ജനങ്ങൾക്ക് യജ്ഞമെന്ന് കേൾക്കുമ്പോൾ പലതരത്തിലുള്ള അർത്ഥബോധങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, ഇന്ന് ചിലയിടങ്ങളിലൊക്കെ വലിയ വലിയ യജ്ഞങ്ങളും യാഗങ്ങളുമൊക്കെ ആൾക്കൂട്ടത്തെ ക്ഷണിച്ചു വരുത്താനായിട്ട് ചെയ്യുന്നുണ്ട്. വലിയ അഗ്നികുണ്ഡം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഹോമദ്രവ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള മന്ത്രജപത്തോടു കൂടിയിട്ടുള്ള യജ്ഞങ്ങൾ. ആ യജ്ഞങ്ങൾ വാസ്തവത്തിൽ യഥാർത്ഥ യജ്ഞമാണോ? യജ്ഞമെന്ന വാക്കിൻ്റെ അർത്ഥം ഈശ്വരാർപ്പിതമായി ചെയ്യുന്ന കർമ്മം എന്നാണ്. ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മം, അതിനെയാണ് യജ്ഞം എന്ന് പറയുന്നത്. അങ്ങനെ അർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ആ കർമ്മത്തിൽ നിന്ന് നാം ഒരിക്കലും സ്വാർത്ഥമായിട്ടൊന്നും ആഗ്രഹിക്കാൻ പാടില്ല. അതുകൊണ്ട് യജ്ഞങ്ങളെല്ലാം തന്നെ നിഷ്കാമമായിരിക്കണം, കാമരഹിതമായിരിക്കണം. കാമരഹിതമാകണമെങ്കിൽ എന്തു വേണം? അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. കർമ്മം ചെയ്യുമ്പോൾ, കർമ്മം യജ്ഞരൂപത്തിൽ അനുഷ്ഠിക്കുമ്പോൾ അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. അഹങ്കാരം എന്ത് ചെയ്യണം? അപ്പോൾ അഹങ്കാരം ഇല്ലാതാകണമെങ്കിൽ അഹങ്കാരത്തിന് പകരം കർമ്മം എൻ്റേതല്ല, എനിക്ക് കർമ്മം ചെയ്യാനുള്ള ശേഷിയോ ശേമുഷിയോ ഒന്നുമില്ല, ഈശ്വരന് മാത്രമാണ് കർമ്മം ചെയ്യാനുള്ള ശക്തിയുള്ളൂ, എല്ലാ കർമ്മങ്ങളും ഈശ്വരൻ്റേതാണ് എന്ന് നാം മനസ്സിലാക്കണം. എന്നിട്ട് ഞാൻ കർമ്മം ചെയ്യുന്നു എന്ന ഭാവം കളയണം. ഞാൻ കർമ്മം ചെയ്യുന്നു എന്ന ഭാവം കളയുമ്പോൾ തന്നെ ഈശ്വരൻ കർമ്മം ചെയ്യുന്നു എന്ന ഭാവം വളരണം. അപ്പോൾ ഈ ശരീരം ചെയ്യുന്ന കർമ്മങ്ങളോ, ശരീരം ഈശ്വരന് പ്രവർത്തിക്കുവാനുള്ള ഒരു ഉപകരണം മാത്രമാണ്. നാം സംസാരിക്കുന്നതും കൈകൾ കൊണ്ട് എടുക്കുന്നതും കൊടുക്കുന്നതും കാലുകൾ കൊണ്ട് നടക്കുന്നതും ഒക്കെ ഈ ഉപകരണത്തെ ഈശ്വരൻ പ്രവർത്തിപ്പിക്കുന്നതാണെന്ന് അവബോധം നമ്മുടെ ഉള്ളിൽ വരികയാണെങ്കിൽ നമ്മുടെ ജീവിതം യജ്ഞമായി മാറി. ജീവിതം തന്നെ യജ്ഞം. ഈ അഗ്നികുണ്ഡത്തിലിട്ട് കത്തിക്കുന്നത് ഒക്കെ ആ യജ്ഞത്തിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ്, ഉദാഹരണം മാത്രമാണ്. അങ്ങനെയാണ് ജീവിതമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഗ്രാഫിക് ലാംഗ്വേജ് എന്ന് ആധുനിക ഭാഷയിൽ പറയും, ഒരു ചിത്രഭാഷ പൂർവികരായ മുനിമാർ കണ്ടെത്തിയത്. അല്ലാതെ ഇവിടെ ഹോമം ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും എന്നൊക്കെ പറയുന്നത്, അതിൽ ഒരുപാട് അവാസ്തവികതകളുണ്ട്. ഹോമം ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാൽ ഒരുപാട് ഗുണമുണ്ടാകും. ആ ഹോമം ചെയ്യുന്നതിലേക്ക് ഇട്ടുകൊടുക്കുന്നതെല്ലാം ഈശ്വരനിലേക്ക് ഞാൻ എൻ്റെ ജീവിതത്തെ അർപ്പിക്കുന്നതാണെന്ന ബോധമുണ്ടെങ്കിൽ ആ ബോധം നമ്മളെ രക്ഷിക്കും. ആ അറിവാണ് നമ്മളെ രക്ഷിക്കുന്നത്. അറിവ് കൊണ്ടല്ലാതെ ലോകത്ത് ഒരാൾക്കും രക്ഷയുണ്ടാവില്ല. അറിവ് എന്ന് പറഞ്ഞാൽ ഈശ്വരനിൽ നിന്നുള്ള അറിവ് എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നാം വിദ്യാലയത്തിൽ പോയിട്ട് കുറെ പഠിച്ചു കൊണ്ട് മാത്രം നമ്മൾ യഥാർത്ഥത്തിൽ അറിവുള്ള ആളുകളാകില്ല. അപ്പോൾ ഗൃഹസ്ഥാശ്രമികൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരികയാണ്. നമുക്ക് ജീവിതം മുഴുവൻ ഒരു യജ്ഞമാക്കി മാറ്റുന്നതിന് മുമ്പ് ചെറിയ ചെറിയ തലങ്ങളിൽ അതിനെ പ്രായോഗികമാക്കി കൊണ്ടുവരണം. ആ പ്രായോഗികമായ പ്രാക്ടിക്കലായ മാനം ആണ് യഥാർത്ഥത്തിൽ പല ഘട്ടങ്ങളിലൂടെ ശ്രീനാരായണ ധർമ്മത്തിൽ പ്രതിപാദിക്കുന്നത്.